പെരിന്തൽമണ്ണ നഗരസഭയിലെ നവീകരിച്ച ടൗൺ ഹാൾ കക്കൂത്ത് റോഡ് ഉത്സവാന്തരീക്ഷത്തിൽ നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. നജീബ് കാന്തപുരം MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ 5, 3, 7 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ടൗൺ ഹാൾ നമ്പ്യാർപാടി ജംഗ്ഷൻ കക്കൂത്ത് റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു. പെരിന്തൽമണ്ണ നഗരത്തിലെ പ്രധാന മിനി ബൈപ്പാസ് റോഡുകളിൽ ഒന്നാണിത്. നജീബ് കാന്തപുരം MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ച് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി. ഉത്സവാന്തരീക്ഷത്തിൽ നജീബ് കാന്തപുരം MLA റോഡ് നാടിന് സമർപ്പിച്ചു. കക്ഷി രാഷ്ട്രീയം വെച്ച് വികസനത്തെ കണ്ടിട്ടില്ലെന്നും കൈകോർത്താൽ ഏതു വികസനവും നടപ്പാക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. 6 പഞ്ചായത്തുകളും നഗരസഭയുമുള്ള തൻ്റെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് ഈ റോഡിനാണെന്നും കക്കൂത്ത് വരെ കൂടിയും പൂർത്തീകരിക്കുന്നതിന് 1 കോടി രൂപയും കൂടിയും അനുവദിച്ചതായും MLA പറഞ്ഞു. അടിവരയിടുകയാണ്. ഈ നാട് നമ്മളുടേതെല്ലാവരുടേതുമാണ്. ഈ നാട് വികസിക്കേണ്ട ആവശ്യം നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നുവരെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വികസനത്തെ ഞങ്ങൾ അങ്ങനെ നോക്കി കണ്ടിട്ടില്ല എന്ന് അഭിമാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാം. നമുക്ക് നാട് മാറണം. ഇത് ഞങ്ങളൊരു റോഡ് വരുമ്പോൾ ആ റോഡിൻ്റെ മേലെ കൂടി UDF-കാർ മാത്രമല്ല പോകുന്നത്, എല്ലാവരും പോകുന്നു. അതുപോലെ ചെയർമാൻ ഇവിടെ ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ പൊതുവായ സ്വത്താണ്. നമുക്ക് അങ്ങനെ ഉണ്ടാവണം. ആ കൾച്ചറുള്ള സ്ഥലമാണ് പെരിന്തൽമണ്ണ എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇത് കാലങ്ങൾ കൊണ്ടുണ്ടായതാണ്. രാഷ്ട്രീയമായി നമുക്കൊക്കെ നിലപാടുകൾ, വ്യത്യാസങ്ങൾ, അഭിപ്രായങ്ങൾ ഒക്കെ ഉണ്ടാവണം. അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. 6 പഞ്ചായത്തും 1 മുനിസിപ്പാലിറ്റിയാണ് നമ്മളെ മണ്ഡലത്തിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫണ്ട് വെച്ചത് മുനിസിപ്പാലിറ്റിയിലാണെന്ന് ബഹുമാന്യനായ ചെയർമാനോട് സന്തോഷപൂർവ്വം അറിയിക്കുക. അതിലൊരു കക്ഷി രാഷ്ട്രീയവും നോക്കിയിട്ടില്ല. അതിലാവശ്യമുള്ള സ്ഥലത്ത് നമ്മളെ പരിമിതമായ ഫണ്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയുമോ അത് പരമാവധി. 2 കോടി വെച്ച്, എന്നാൽ ഇപ്പോൾ 2 കോടിയിലും തീരൂല എന്നായി. എന്നാൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു, അത് എത്ര കോടിയായാലും തീർത്തിട്ട് തന്നെ കാര്യം. ഇത് സമ്പൂർണ്ണമായി നമുക്കിത് ഈ ഒരു ബൈപ്പാസിനെ നമുക്കൊരു നല്ല ബൈപ്പാസാക്കി മാറ്റണം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഈ മയൂരി ജംഗ്ഷനിൽ നിന്നുള്ള ട്രാഫിക് ജാമാണ് നമ്മൾ ഈ പ്രദേശത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്നത്. ഈ ബൈപ്പാസ് വരുന്നതോടെ അത് ഒഴിവാകുകയാണ്. നഗരത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും നമുക്കൊരു ശ്വാസമുട്ടലിൽ നിന്ന് മാറ്റാൻ സാധിക്കുമെങ്കിൽ അതാണ് ഈ ബൈപ്പാസ് കൊണ്ട് നമ്മൾ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരസഭാ ചെയർമാൻ P. ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പരിഗണിക്കപ്പെടുമ്പോഴാണ് നാട് വികസിക്കുക എന്നും നഗരസഭയിലെ റോഡ് വികസനം നജീബ് കാന്തപുരം MLA-യുടെ സഹായത്തോടെ നടപ്പായതിൽ സന്തോഷമുണ്ടെന്നും നഗരസഭാ ചെയർമാൻ P. ഷാജി പറഞ്ഞു. തീർച്ചയായും പെരിന്തൽമണ്ണയുടെ പ്രിയങ്കരനായ MLA നഗരസഭയുടെ ഈ റോഡ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏവർക്കും അതിയായ സന്തോഷമാണുള്ളത്, അഭിമാനമാണുള്ളത്. അതിനുള്ള പ്രത്യേക നന്ദി MLA-യോട് ഈ അവസരത്തിൽ അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നാടിനെ പരിഗണിക്കാൻ കഴിയുമ്പോഴാണ് ഒരു നാടിന് വികസിക്കാൻ വേണ്ടി കഴിയുക. അക്ഷരാർത്ഥത്തിൽ പെരിന്തൽമണ്ണയുടെ ചരിത്രം ആ കക്ഷി രാഷ്ട്രീയത്തെ വികസന കാര്യങ്ങൾ മാറ്റി നിർത്തി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പെരിന്തൽമണ്ണയോടൊപ്പം നഗരസഭയായ അല്ലെങ്കിൽ വികസിച്ച നഗരത്തേക്കാൾ കൂടുതൽ വികസിക്കാനും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാനും വലിയ രൂപത്തിൽ ശ്രദ്ധ നേടാനും പെരിന്തൽമണ്ണയ്ക്കായിട്ടുള്ളൂ. നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K. ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ പച്ചേരി ഹുസൈന നാസർ, താമരത്ത് സലീം, MM സക്കീർ ഹുസൈൻ, പച്ചേരി ഫാറൂഖ്, ജിതേഷ്, സജന ഷേജൽ, കൃഷ്ണപ്രിയ, ഹുസൈൻ റിയാസ്, വിവിധ സംഘടനാ പ്രതിനിധികളായ V. ബാബുരാജ്, നാലകത്ത് ഷൗക്കത്ത്, അസീസ് കൊളക്കാടൻ, ബഷീർ പടിഞ്ഞാറേതിൽ, MB ഫസൽ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. അരഞ്ഞിക്കൽ ആനന്ദൻ, പച്ചേരി നാസർ, KP ഫാറൂഖ്, തെക്കത്ത് ഉസ്മാൻ, ഡോക്ടർ അബൂബക്കർ തയ്യിൽ, VC അബ്ദുറഹ്മാൻ, പട്ടാണി ഹംസു, MK ഷൗക്കത്ത്, താമരത്ത് ഹംസു, ഷെരീഫ് കക്കൂത്ത്, ഉനൈസ് കക്കൂത്ത് തുടങ്ങിയവരും പങ്കെടുത്തു.
നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ ഗതാഗതം കാലങ്ങളായി ദുഷ്കരമായിരുന്നു. റോഡ് നവീകരിക്കുക എന്നത് നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യവുമായിരുന്നു. നാട്ടുകാരുടെ ദുരിതത്തിനാണ് റോഡ് ഗതാഗത യോഗ്യമായതോടെ പരിഹാരമായത്. ഇത് കുറേ കാലമായിട്ട് ഈ റോഡ് പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയായിരുന്നു. പൈപ്പിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം പൈപ്പിൻ്റെ വർക്ക് കഴിയാൻ വൈകിയതോടുകൂടി ഒരുപാട് ജനങ്ങൾക്ക് ഇതിൽ സഞ്ചരിക്കാനും ഇതിനുമൊക്കെ ബുദ്ധിമുട്ട് കിടക്കുകയായിരുന്നു. എന്തായാലും പറഞ്ഞ സമയത്തിനുള്ളിൽ കോൺട്രാക്ടർ ഇത് പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. ജനങ്ങളും നല്ല സഹകരണം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമാണ് ഇന്നിവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. 3, 5, 7 വാർഡുകൾ തുടങ്ങി 6-ാം വാർഡ് തുടങ്ങി എല്ലാ വാർഡുകളും ബന്ധപ്പെടുത്തി വളരെ മനോഹരമായ ഒരു റോഡ് അത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ അനുവദിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പണിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെ നല്ല രീതിയിലാണ് സഹകരിച്ചത്. അതിൻ്റെ ആഹ്ലാദത്തിലാണ് എല്ലാവരും ഇന്ന്. വളരെയധികം സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഈ MLA വന്നതിന് ശേഷം ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്ത 2 കോടി ചിലവാക്കി ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ചെയ്ത റോഡ് കൂടിയാണിത്. ഈ റോഡ് കൊണ്ട് നമുക്ക് ചില്ലീസ് ഭാഗത്ത് തിരക്ക് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ ഈ ഭാഗത്ത് കൂടി തിരിഞ്ഞു വരാനും നമുക്ക് വളരെയധികം സൗകര്യപ്രദമായ റോഡ് കൂടിയാണിത്. അത് MLA കഴിഞ്ഞ 28-ാം തീയതി തുടങ്ങി ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞതിലും 3 മാസം പറഞ്ഞതിലും അത് വേഗത്തിൽ ഈ റോഡ് പണി കഴിക്കാൻ MLAക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷിച്ചു. എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.